Hello everyone, welcome to Brilliant EduTech, the best solution ever. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന്റെ റിസൾട്ട്സ് ഓരോ ജില്ലകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കണ്ണൂർ ഡിസ്ട്രിക്റ്റിന്റെയും ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന്റെയും റിസൾട്ട്സ് വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഉണ്ട് എന്നതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ സൗമ്യയ്ക്ക് വലിയ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ വേറെ ഓരോ ജില്ലകളും ഇനി വരാനുണ്ട്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ സെക്കൻഡ് റാങ്ക് അക്ഷയ് ബൈജു, ഫോർത്ത് റാങ്ക് ദിവ്യ, 8th റാങ്ക് ഫാത്തിമ, 6th റാങ്ക് പ്രപഞ്ച, 3rd റാങ്ക് ഉണ്ണികൃഷ്ണൻ, 5th റാങ്ക് സ്മൃതി. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുകയാണ്. അതുപോലെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ സെക്കൻഡ് റാങ്കിൽ അഗെയിൻ അക്ഷയ്, 6th റാങ്കിൽ ഷിജിന, 3rd റാങ്കിൽ യശസ്, അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റിലെ 3rd റാങ്കിൽ നിതിഷ, 4th റാങ്കിൽ ഉണ്ണികൃഷ്ണൻ, 9th റാങ്ക് ഇന്ദു പി ആർ. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. നമ്മുടെ ഗ്രൂപ്പിലെ സ്റ്റുഡൻസ് ഇതുപോലെ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന് കാണുമ്പോൾ ഒരുപാടധികം സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. അതുപോലെ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ 5th റാങ്കിൽ പൂർണിമ ഗോപി, 18th റാങ്കിൽ ഷജിനി, 29th റാങ്കിൽ ധന്യ. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുകയാണ്. അതുപോലെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എക്സാമിൽ ഫസ്റ്റ് സെക്കൻഡ് റാങ്കുകളിലായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. ആതിരയ്ക്കും അൽഫിയയ്ക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും റിക്വസ്റ്റ് കണക്കിലെടുത്തുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാം ആയ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റഡി പ്ലാനും ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ സിലബസ് വന്നു, പലരും അന്തം വിട്ടിരിക്കുകയാണ്. നമ്മുടെ MLT സിലബസ് ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് പോർഷൻസ് അടക്കം നമ്മുടെ സിലബസിലുണ്ട്. അപ്പോൾ ഈ ഒരു സിലബസ് എങ്ങനെ ഈ 2.5 മാസം കൊണ്ട് പഠിച്ച് തീർക്കും എന്നതിൽ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സും അതുപോലെ നമ്മുടെ സ്റ്റഡി പ്ലാനും നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് അടുത്തൊരു ക്ലാസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇനി നമ്മുടെ ടെലിഗ്രാം ചാനലിലും വാട്സപ്പ് ചാനലിലും ഒക്കെ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ ഉണ്ടായിരിക്കുന്നതാണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതുപോലുള്ള സയൻസ് ബേസ്ഡ് PSC എക്സാം അപ്ഡേറ്റ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കാനായിട്ട് മറക്കാതെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് സിലബസിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ഓവർവ്യൂ ഒക്കെ ഒന്ന് നോക്കി പോവാം. സബ്ജക്ട്സും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോക്കുകയാണെങ്കിൽ MLTക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സിലബസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബാക്കിയുള്ള ഒരു 50ഓളം മാർക്ക് നമ്മൾ ഏകദേശം ഒന്ന് ഉറപ്പിച്ചതാണ്. ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബോട്ടണി, സുവോളജി പോർഷൻ ആയിക്കോട്ടെ, എല്ലാം നമ്മൾ പഠിച്ച പോർഷൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഫിസിക്സ് നമുക്ക് വരാൻ പോകുന്നത് 15 മാർക്കിനാണ്, കെമിസ്ട്രി 14 മാർക്കിന്, ബോട്ടണി 7 മാർക്കിന്, സുവോളജി 7 മാർക്കിന്, അഡീഷണൽ ആയിട്ട് മാത്സും കൂടിയുണ്ട്. മാത്സും നമുക്ക് 7 മാർക്കിനാണ് പഠിക്കാനുള്ളത്. ഇനി ഇതല്ലാണ്ട് നമ്മുടെ MLT എത്രയാണ്? 50 മാർക്കിന്. ഒരു പകുതിയോളം വെയിറ്റേജ് അവിടെ പോയി അല്ലേ, MLTക്ക് പോയിട്ടുണ്ട്. ഇനി MLT അറിയാത്തവരും ഒക്കെ ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. MLT അത്ര അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. എക്സാംസിന് വരുന്ന മെയിൻ ആയിട്ടുള്ള പോർഷൻസ് ആണ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിപ്പോൾ കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും MLT ആണെങ്കിലും ബോട്ടണി, സുവോളജി, മാത്സ് പോർഷൻസ് ആണെങ്കിൽ കൂടിയും. അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് നോക്കാം. ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഈ 5-6 സബ്ജക്ട്സ് നമുക്ക് പഠിച്ചു പോകണം അല്ലേ, അതും ഒരു മടുപ്പും ഇല്ലാതെ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ സ്റ്റഡി പ്ലാൻ. അപ്പോൾ ഒരുപാടധികം സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തു നമ്മുടെ ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പ് പെട്ടെന്ന് തന്നെ ആരംഭിക്കണം, അതുപോലെ സ്റ്റഡി പ്ലാൻ പെട്ടെന്ന് തന്നെ വേണം. കാരണം അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. പെട്ടെന്ന് നിങ്ങളുടെ സിലബസിൽ ചേഞ്ച് ഒക്കെ കണ്ട് ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തതും അതുപോലെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് ആ ഒരു ഡേറ്റ് മുൻപോട്ടേക്ക് ആക്കിയത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് 22-ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 22 എന്ന് പറയുന്നത് എന്നാണ്? നമ്മുടെ കൺഫർമേഷൻ കൊടുക്കുന്ന ആദ്യ ദിനം മുതൽ നമ്മൾ പഠിക്കാൻ
പഠിക്കാനായിട്ട് പോവാണ്. ഒട്ടും നമ്മൾ ലാഗ് ചെയ്യുന്നില്ല, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ 22 തിങ്കളാഴ്ച മുതൽ നമ്മൾ ആരംഭിക്കുന്നു. തിങ്കളാഴ്ച മുതൽ 25-ാം തീയതി വരെ നമ്മൾ പഠിക്കുന്നു. MLTയുടെ ആദ്യത്തെ മൊഡ്യൂൾ ബേസിക് ആയിട്ടുള്ള ലബോറട്ടറി ടെക്നിക്സ് ആദ്യമേ പഠിക്കുകയാണ്. പിന്നെ 26 മുതൽ 30 വരെയുള്ള ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് ഫിസിക്സിലെ ആദ്യത്തെ മൊഡ്യൂൾ ആണ്. അവിടെ നിങ്ങൾക്ക് കാണുന്ന പോർഷൻസ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, കൈനമാറ്റിക്സ്, ഡൈനാമിക്സ്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, ഗ്രാവിറ്റേഷൻ എന്നുള്ള പോർഷൻസ് ആണ്. സുവോളജിയിലെ മൊഡ്യൂൾ 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ജെനറ്റിക്സ് പോർഷൻ ആണ്. അപ്പൊ ഈ ഒരു പോർഷൻ ഒക്കെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ആദ്യമേ എൻറോൾ ചെയ്തവർക്ക് അറിയാം. അവിടെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ പോർഷൻസ് ആണ് ഈ പറയുന്ന ഫിസിക്സ്, സുവോളജി, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജിയുടെ ബോട്ടണി, സുവോളജി പോർഷൻസ്. ഇനി 1 മുതൽ 7 വരെ നമ്മുടെ മെയ് മാസമായി. മെയ് മാസത്തിലെ 1 മുതൽ 7 വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 2 ആണ്. MLTയിലെ ബ്ലഡ് ആൻഡ് ഫ്ലിബറ്റോമി, ഹെമറ്റോളജി, ബ്ലഡ് ബാങ്കിങ്, ഇമ്മ്യൂണോ ഹെമറ്റോളജി ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. മാത്സിൽ വരുന്ന ചില പോർഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. മാത്സ് ടഫായിട്ട് ഫീൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്സിൽ നമ്മുടെ ഈസി പോർഷൻസ് ഒക്കെ വരുന്നുണ്ട്. സെറ്റ്സ്, റിലേഷൻസ്, ഫാക്ടോറിയൽ നമ്പേഴ്സ് ഒക്കെ അത്യാവശ്യം ഈസി തന്നെയാണ്. അപ്പൊ ആ ഒരു പോർഷനൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെങ്കിലും നോക്കിയിട്ട് പോകാനായിട്ട്, ഫോർമുലാസ് നോക്കിയിട്ട് പോകാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. സുവോളജി മൊഡ്യൂൾ 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു 7 ദിവസത്തില്. ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. 8-ാം തീയതി മുതൽ 11-ാം തീയതി വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രിയിലെ മൊഡ്യൂൾ 1, അതായത് ഫിസിക്കൽ കെമിസ്ട്രി, ബോട്ടണിയിലെ മൊഡ്യൂൾ 1 സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ എന്നുള്ള ടോപ്പിക് ആണ്. 12 മുതൽ 17 വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിലെ മൊഡ്യൂൾ 2 ആണ്. തെർമോഡൈനാമിക്സ്, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, ഫ്ലൂയിഡ്സ്, ഹീറ്റ്, ഓസിലേഷൻസ്, വേവ്സ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ സുവോളജിയിലെ മൊഡ്യൂൾ 4 അനിമൽ കിങ്ഡം. 18 മുതൽ 25 വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. മെയ് മാസത്തിലെ 18-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ഏതാ ഡിസ്കസ് ചെയ്യുന്നത്? MLTയിലെ പോർഷൻ 3 ആണ്, മൊഡ്യൂൾ 3 ആണ്. ക്ലിനിക്കൽ പത്തോളജി, ബയോ കെമിസ്ട്രി പോർഷൻസ് ആണ്. ഒപ്പം തന്നെ മാത്സിലെ ചെറിയ പോർഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഫങ്ഷൻസും അതുപോലെ പ്രോഗ്രഷനും ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. 26 മുതൽ 31 വരെ മാത്സിലെ ചില പോർഷൻസ് നമ്മൾ കവർ ചെയ്യുകയാണ്. ട്രിഗ്നോമെട്രി, കോണിക്, വെക്ടർ, ഡെറിവേറ്റീവ്സ്, സ്ട്രെയിറ്റ് ആൻഡ്. ഈ ഒരു പോർഷൻ ഒക്കെ പഠിക്കുമ്പോൾ, മാത്സിലെ പോർഷൻ ഒക്കെ പ്രത്യേകിച്ച് പഠിക്കുമ്പോൾ വെയിറ്റേജ് എത്രയാണ്? 7 മാർക്കാണ് കേട്ടോ. അപ്പൊ 7 മാർക്ക് എന്ന് പറയുമ്പോൾ 1-2 കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന മാർക്സ് അറ്റ്ലീസ്റ്റ് ഒരു 4 മാർക്കെങ്കിലും നിങ്ങൾക്ക് മാത്സിൽ ഒപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാത്സിന് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മുടെ ജൂൺ മാസം വന്നു. 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ നമ്മൾ പഠിക്കുന്നത് സുവോളജി മൊഡ്യൂൾ 1 ഹ്യൂമൻ ഫിസിയോളജി പോർഷൻസ്, ഫിസിക്സിലെ മൊഡ്യൂൾ 3 ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, AC, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നുള്ള പോർഷൻസ് ഒക്കെയാണ്. 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രിയിലെ മൊഡ്യൂൾ 2 അഥവാ ഇൻഓർഗാനിക് കെമിസ്ട്രി പോർഷൻസ്, മൊഡ്യൂൾ 2 ബോട്ടണി, മൊഡ്യൂൾ 3 ബോട്ടണി, മൊഡ്യൂൾ 2-ൽ വരുന്നത് റീപ്രൊഡക്ഷൻ, മൊഡ്യൂൾ 3-ൽ വരുന്നത് ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ ആണ്. ഇനി 13/6 മുതൽ 18/6 വരെ, അതായത് ജൂൺ മാസം 13 മുതൽ 18 വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MLTയിലെ മൊഡ്യൂൾ 4 ആണ്. 4 മൊഡ്യൂൾസ് ആണ് കേട്ടോ നമ്മുടെ MLTയിൽ ഉള്ളത്. മൈക്രോബയോളജി, പാരസിറ്റോളജി, ഹിസ്റ്റോ ടെക്നോളജി, സൈറ്റോളജി ആണ് മൊഡ്യൂൾ 4-ൽ വരുന്നത്. അതോടുകൂടി നമ്മുടെ MLT പോർഷൻസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആവും. നമ്മൾ ആ ഒരു മലയാന്ന് വിചാരിച്ച ആ MLT പോർഷൻസ് എല്ലാം നമുക്ക് ജൂൺ മാസം ഒരു പകുതിയോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ റിവിഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാണ്. നമ്മുടെ MLT പോർഷൻസിനായിട്ട് റിവിഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. 20 മുതൽ 24 വരെ ഫിസിക്സിലെ മൊഡ്യൂൾ 4 ആണ്. റേ ആൻഡ് വേവ് ഓപ്റ്റിക്സ്, മോഡേൺ ഫിസിക്സ്, അതുപോലെ സെമി കണ്ടക്ടർ ഫിസിക്സ്. ബോട്ടണിയിലെ മൊഡ്യൂൾ 4 ബയോടെക്നോളജിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ 25 മുതൽ 30 വരെ ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രിയിലെ മൊഡ്യൂൾ 3 ആണ്. ഓർഗാനിക് കെമിസ്ട്രി, അതുപോലെ മൊഡ്യൂൾ 5 ബോട്ടണിയിലെ പോർഷൻ എക്കോളജി പോർഷൻ ആണ്. അപ്പൊ അങ്ങനെ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ടോ. വലിയൊരു സിലബസ് ആയിരുന്നു അല്ലേ? പക്ഷെ നമ്മൾ വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. റിവിഷൻ ടെസ്റ്റ് അഗെയിൻ നമ്മൾ വെക്കുകയാണ്. ഫിസിക്സിനാണ് റിവിഷൻ ടെസ്റ്റ്. ആദ്യത്തെ റിവിഷൻ ടെസ്റ്റ് 1-ാം തീയതി ബ്രേക്ക് ചെയ്ത് 2-ാം തീയതി ഫിസിക്സിലെ റിവിഷൻ ടെസ്റ്റ്, അതുപോലെ 4-ാം തീയതി അഗെയിൻ റിവിഷൻ ടെസ്റ്റ് ആണ്. കെമിസ്ട്രിയിലെ റിവിഷൻ ടെസ്റ്റ് ആണ്. പിന്നീട് വരുന്നത് 6-ാം തീയതിയാണ് ബോട്ടണി ആൻഡ് സുവോളജിയുടെ റിവിഷൻ ടെസ്റ്റ്.
പിന്നീട് 8-ാം തീയതി മാത്സിന്റെ റിവിഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ 9 മുതൽ 12 വരെ നമുക്ക് കൂടുതൽ റിവിഷൻസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ മുൻപേ എൻറോൾ ചെയ്തിരുന്ന സ്റ്റുഡൻസിന് അത്യാവശ്യം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോർഷൻസ് കവേർഡ് ആണ്. അവർ അതിനെപ്പറ്റി അധികം വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അവർക്ക് ഫോക്കസ് ചെയ്യണത് MLT മാത്സിന്റെ പോർഷൻസ് ഒക്കെയാണ്. അപ്പോൾ ആ ഒരു പോർഷൻസ് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോർഷൻസ് ഒക്കെ വരുമ്പോൾ അതൊന്ന് റിവൈസ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ബാക്കിയുള്ളവരും പേടിക്കണ്ട. നമ്മുടെ ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി റിവിഷൻസ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുക. അതുപോലെ റിവിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നിങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നോട്ട്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ഫോക്കസ് കൊടുത്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും വലിയ സിലബസ് ആണെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരുന്ന ചില ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ബാക്കിയെല്ലാം തന്നെ +2 നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. MLT ചിലർക്കെങ്കിലും പുതിയതാണ്. അവർ MLTയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന്റെ നിരന്തരമായ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ് ആരംഭിക്കുകയാണ്. അപ്പോൾ കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാം ആയ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് റിവിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് MCQ പ്രാക്ടീസ് ഉണ്ടായിരിക്കും, സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ് ഉണ്ടായിരിക്കും, സ്റ്റഡി ആൻഡ് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും, റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വിസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ സെൽഫ് അനലൈസ് ചെയ്തുകൊണ്ട് റിവിഷൻസും റിവിഷൻ ടെസ്റ്റുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബാച്ചാണ് നമ്മൾ പുതിയതായിട്ട് ആരംഭിക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി ഉള്ള ബാച്ചുകളെല്ലാം നമ്മൾ ഒരുമിച്ചാക്കി ഒറ്റ ബാച്ചായിട്ടായിരിക്കും ഇനി നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചും ഡിഫറെൻറ്റ് പ്ലാൻസിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാം. 9995264596 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ MLT ഒക്കെ നമ്മുടെ സിലബസിൽ കണ്ട് ഒരുപാട് worried ആണ് നമ്മുടെ സ്റ്റുഡൻസ്. അങ്ങനെ worry ചെയ്യൊന്നും വേണ്ട, നമുക്ക് പഠിച്ചെടുക്കാവുന്നതുള്ളൂന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാം, നമുക്ക് ടൈം ഉണ്ട്. വേക്കൻസീസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പോസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു അവസരമായിട്ട് കാണുക, നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉള്ള ടൈം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം, അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, താങ്ക് യു.